വാർത്തയിലേക്ക്. ചായക്കൂട്ടുകളുടെ സ്നേഹത്തിൽ പെയിന്റിംഗ് തൊഴിലാളികൾ ഒറ്റ മനസ്സായി നിന്നതോടെ സഹയാത്രയുടെ 3 നില കെട്ടിടം കളറായി. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള 100-ലധികം പെയിന്റിംഗ് തൊഴിലാളികളുടെ ശ്രമദാനമാണ് പാലക്കാട് ചാലിശ്ശേരിയിലെ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന് സ്നേഹത്തിന്റെ നിറച്ചാർത്ത് നൽകിയത്. അലിവിന്റെ ചായക്കൂട്ടുകളുമായി 100-ലേറെ പെയിന്റിംഗ് തൊഴിലാളികൾ ഒറ്റ മനസ്സായി നിന്നതോടെ സഹയാത്രയുടെ 3 നില കെട്ടിടം കളറായി. വളരെയേറെ തിരക്കുള്ള ദിവസമായിട്ടും കൂടി അതെല്ലാം മാറ്റിവെച്ചാണ് പെയിന്റിംഗ് തൊഴിലാളികൾ സന്നദ്ധ പ്രവർത്തനത്തിന് എത്തിയത്. ഭിന്നശേഷിക്കാരുടെ പുനരധിവാസത്തിനും ജീവകാരുണ്യ പ്രവർത്തനത്തിനുമായി നിലകൊള്ളുന്ന ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതുതായി നിർമ്മിച്ച കെട്ടിടമാണ് പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ നിന്നുള്ള 100ഓളം വരുന്ന പെയിന്റിംഗ് തൊഴിലാളികൾ മണിക്കൂറുകൾ കൊണ്ട് പെയിന്റ് ചെയ്ത് നൽകിയത്. ഇതോടെ സമാനതകളില്ലാത്ത സഹജീവി സ്നേഹത്തിന്റെ വിളംബരമായി മാറി ജനകീയ പെയിന്റിംഗ്. സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ കെട്ടിടം 15,500 സ്ക്വയർ ഫീറ്റിൽ പൂർത്തീകരിക്കുകയാണ്. അതിൻ്റെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ്. ഞങ്ങളെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കേരളത്തിലെ അപകടത്തിലും അസുഖങ്ങളാലും ശരീരം തളർന്നുപോയ മനുഷ്യർക്ക് 3 മാസം ഭക്ഷണവും താമസവും ഉൾപ്പെടെ ഇവിടെ സൗജന്യ ചികിത്സ കൊടുക്കുന്നൊരു കേന്ദ്രമാണ്. നിരവധി ആളുകൾ ഇപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് 20 സെൻറ്റ് സ്ഥലം ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഇതിൻ്റെ പ്രസിഡന്റ് നമുക്ക് തരുന്നത്. അങ്ങനെയാണ് പൂർണ്ണമായും പൊതുസമൂഹത്തിൻ്റെ സാമ്പത്തിക സഹായത്തോടെയും നിരവധി നിർമ്മാണ വസ്തുക്കളുടെ സഹായത്തോടും കൂടിയാണ് സഹയാത്രയുടെ കെട്ടിടം ഇന്ന് ഈ അവസ്ഥയിലെത്തിയത്. ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലം നമുക്ക് എങ്ങനെ പെയിൻറ്റ് ചെയ്യും എന്നുള്ള പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ ചാലിശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലുള്ള മുഹമ്മദ് ഷാഫി ഉൾപ്പെടെയുള്ള ആളുകൾ പെയിൻറ്റിന് ആവശ്യമായ പണം സ്വരൂപിച്ച് നൽകുകയും അപ്പോഴും നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന പ്രശ്നം ഇവർക്ക് എങ്ങനെ കൂലി കൊടുത്ത് തീർക്കും എന്നുള്ളതാണ്. നൗഷാദ്, ഉമ്മർ തുടങ്ങിയിട്ടുള്ള 2 പെയിൻറ്റിംഗ് തൊഴിലാളികൾ ചാലിശ്ശേരിയിലുണ്ട്. അവരുടെ അടുത്ത് ഈ കാര്യം ആവശ്യപ്പെട്ടപ്പോഴാണ് ഇങ്ങനെ വിവിധ പ്രദേശങ്ങളിലുള്ള പെയിൻറ്റിംഗ് തൊഴിലാളികളുടെ യോഗം വിളിച്ചു ചേർക്കാം എന്നുള്ളൊരു ആലോചന വന്നത്. ഇപ്പോൾ ഈ ജനകീയ പെയിൻറ്റിംഗ് കൂട്ടായ്മയിൽ കടവല്ലൂർ, കപ്പൂര്, നാഗലശ്ശേരി, ചാലിശ്ശേരി, പട്ടിത്തറ പഞ്ചായത്തുകളിലെ 100 പെയിൻറ്റിംഗ് തൊഴിലാളികൾ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. രാവിലെ 6 മണിക്ക് ആരംഭിച്ച് 3 മണിക്കൂർ നേരം കൊണ്ട് കെട്ടിടം പൂർണ്ണമായും പെയിന്റ് ചെയ്തു. 3 ജില്ലകളിൽ നിന്നുള്ളവരാണ് പെയിന്റിങ്ങിനെത്തിയത്. ഇവരെ കൂടാതെ സഹയാത്രാ ഭാരവാഹികൾ, രക്ഷാധികാരികൾ, ജനപ്രതിനിധികൾ, തൊഴിലാളികളുടെ സംഘടനാ നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവരും സഹയാത്രാ ഭാരവാഹികളും ഒപ്പമുണ്ടായിരുന്നു. എക്സ്റ്റീരിയർ ആയിരുന്നു നമ്മുടെ ടാർഗറ്റ്. പക്ഷേ ഇന്റീരിയറും നമ്മൾ എന്ത് ചെയ്തു, ഒരു ഹോള് പ്രൈമർ അടിച്ച് പൂർണ്ണമാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. കാരണം ഇതിൽ മുന്നേ നമ്മൾ വൈറ്റ് സിമെൻ്റ് അടിക്കലും നമ്മൾ ഇതേപോലെ തന്നെ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇതും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്തത്. ഇനി ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളങ്ങനെ ഒരു മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും അതിന് ഓക്കെയാണ്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമ്മൾ അതുപോലെ തന്നെ ചെയ്യാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. പൂർണ്ണമായിട്ട് പലരും പല കാര്യങ്ങളിലും കല്യാണങ്ങളായിട്ടുള്ളവരാണ്. ഞാൻ എൻ്റെ സഹോദരിയുടെ മകളുടെ കല്യാണമാണ്. അപ്പോൾ നമ്മളൊക്കെ കാരണം നമ്മൾ മാറി നിന്നാൽ ഈ സംഭവം ഇവിടെ നടക്കില്ല എന്നുള്ളൊരു തോന്നലാണ്. അതുപോലെ തന്നെ ഉമ്മറിനും ഇന്ന് വളരെ അത്യാവശ്യമുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മാറി നിന്നാൽ ഇത് നടക്കില്ല എന്നുകൊണ്ട് നമ്മൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നമ്മളും അതിന് ഭാഗഭാഗം അതിന് തയ്യാറായി. എല്ലാവരും അവരുടേതായ ഇന്നത്തെ വിഷയങ്ങൾ, അമ്പലത്തിലെ മീറ്റിങ്ങുകൾ ഉള്ളവരുണ്ട്, അങ്ങനെ കുറികൾ നടത്തുന്നവരുണ്ട്. അതൊക്കെ പൂർണ്ണമായി മാറ്റി വെച്ചിട്ടാണ് വന്നത്. ഞങ്ങളുടെ ലക്ഷ്യം 10 മണിയായിരുന്നു. 10 മണിക്ക് അവസാനിപ്പിച്ച് നിങ്ങൾ ഒഴിവാക്കാമെന്ന്. പക്ഷേ 9 മണിയാകുമ്പോഴത്തേനും ഞങ്ങൾ ഞങ്ങളുടെ ടാർഗറ്റ് പൂർത്തിയായിട്ട് അവസാനിപ്പിക്കും. സിനിമ കലാസംവിധായകൻ കൂടിയായ അജയൻ ചാലിശ്ശേരിയായിരുന്നു കളർ ഡിസൈൻ ചെയ്തത്. മോഹനൻ പുന്നുള്ളിയുടെ നേതൃത്വത്തിൽ ശ്രമദാനത്തിൽ പങ്കെടുത്തവർക്ക് ഭക്ഷണമൊരുക്കി നൽകി. UTV ന്യൂസ്, പാലക്കാട്.